ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കിടക്കുന്ന ചപ്പുചവറുകളാണ്. അപ്പൊ അതങ്ങ് അടിച്ചങ്ങ് വൃത്തിയാക്കിയിടാം വിചാരിച്ചു. അപ്പം എത്ര എന്നിപ്പോ അടിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അടിച്ചാൽ മതി ആഴ്ചയില്. അപ്പൊ അതൊക്കെ ഒന്ന് നല്ല പോലെ വൃത്തിയാക്കാന്ന് വെച്ചാൽ പിന്നെ അടിച്ചിട്ട് കിട്ടണമില്ല എന്ന് വെച്ചാൽ പൊടി അങ്ങനെ പറക്കുന്നുണ്ട്. നല്ല ചൂട് മൊരിഞ്ഞ് ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങ് അടിക്കുമ്പോ നമുക്ക് മുറ്റം കാണാനൊരു വൃത്തിയായിരിക്കുമല്ലോ. ഈ ചപ്പുചവറ് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് അയ്യേ എന്തോ ഒരു അസ്വസ്ഥതയാണ് അല്ലെ. ഒരു ആവേശം കയറിയിട്ട് ഇപ്പൊ ഇങ്ങനെ അടിച്ചു തുടങ്ങിയതാ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖല്ലേ. പണി എടുക്കാനാണ് ബുദ്ധിമുട്ട്. പണി എടുത്തങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ലെവലാണെന്ന് പോലും അറിയില്ല അല്ലെ പെണ്ണുങ്ങള്. അങ്ങനെയാണ് നമ്മളുടെ ഇത്. അപ്പൊ നമ്മളെങ്ങനെ ചെയ്യും? ഞാനിങ്ങനെ വേഗം അടിച്ചു വരാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വേഗം അടിക്കാന്ന് വിചാരിച്ചേ. പക്ഷെ പെട്ടെന്ന് എനിക്കിത് അടിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പതുക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നല്ലപോലെ പൊടി പടരുന്നുണ്ട്. അപ്പൊ പിന്നെ പൊടി കയറിയിട്ട് ഇനി അലർജിക്ക് ആവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, പണ്ടിങ്ങോ ഞങ്ങൾ എക്സിബിഷന് മേടിച്ചതാണ് ഈ ഡ്രസ്സ്. എക്സിബിഷനിൽ ഇങ്ങനെ രാജസ്ഥാനി ഡ്രസ്സ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. സ്പീഡിൽ അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഇതേപോലെ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഓരോരോ കാര്യങ്ങള് ഇങ്ങനെ ഇതാ. അപ്പോഴാണ് പിന്നിലൊരു വിളി വന്നത്. അപ്പൊ ഞങ്ങളുടെ KVRലെ പ്രസിഡന്റ് ആണ് കേട്ടോ. സെക്രട്ടറി ആണ് പ്രഭാകരൻ തമ്പാൻ. ആള് വന്നതാണ്. നമ്മളുടെ മയക്കുമരുന്നിന്റെ തന്നെയൊക്കെ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് അതിനെതിരെ. അപ്പൊ അത് പറയാനായിട്ട് ആള് വന്നതാ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പെട്ടെന്ന് ആള് വന്ന് പിന്നീട് വന്ന് വിളിച്ചപ്പോ പ്രഭാകരൻ വന്ന് വിളിച്ചപ്പോ ഞാൻ അയ്യോ, പിന്നെ നോക്കിയപ്പോ വെള്ളയും സാറില്ല. അങ്ങനെ ഒരു അമ്മയെ പേടിച്ചു പോയി എന്ന് പറയണതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ചപ്പുചവറൊക്കെ നമ്മൾ അവിടെ തന്നെ കൂട്ടിയിടാട്ടോ. ഇനിയിപ്പം ഓരോ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രം അടിക്കുന്നുള്ളൂ കേട്ടോ. എന്നാ ഓരോ ഭാഗമായിട്ട് അടിക്കാനേ പറ്റുള്ളൂ എനിക്ക്. അപ്പൊ നല്ല പോലെ ഇങ്ങനെ നമുക്ക് ഒരു കാര്യം കേട്ടോ. ഈ മുറ്റടിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭയങ്കര റിലാക്സേഷന് പറ്റിയ ഒരു പണിയാണ് കേട്ടോ. ഈ കോല് വേണേ മറ്റേ ചെറിയ ചൂലൊക്കെ വെച്ചിട്ട് ഞാൻ നടുവൊടിഞ്ഞ് ഇതാവും. പക്ഷെ നമുക്ക് പല ചിന്തകളും നല്ല ചിന്തകളും നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്കിങ്ങനെ അടിച്ചു വരാൻ എനിക്കിഷ്ടാട്ടോ. ഞാൻ പണ്ടേ മുതൽ ചെറുപ്പത്തിലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് മുറ്റടിച്ചു വരാന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് സ്ഥലം അന്നും അടിച്ചു വരാനുണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഇവിടെയും അടിച്ചു വരാനുണ്ട്. അന്ന് പിന്നെ കുഞ്ഞു ചൂല് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു വാരിയിരുന്നത് കേട്ടോ. അന്ന് മുറ്റടിച്ചു വാരിപ്പിക്കുക എന്നുള്ളത് ഒരു ചടങ്ങായിരുന്നല്ലോ കുട്ടികളെ കൊണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യായിരുന്നു. അങ്ങനെ ഇത് എന്താ പറയാ, ഇപ്പോഴാണ്. പണ്ട് ഈ അടിക്കുമ്പോ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നമുക്ക് കുമ്പിട്ടിട്ട് മറ്റേ എന്താ വെച്ചാ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടേ അപ്പൊ അടിച്ചു വാരലൊന്നും നടക്കില്ല കുഞ്ഞു ചൂല് വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പുറത്തേക്ക് വന്നത് കാരണം നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചു പോവും നമ്മളൊക്കെ അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയധികം സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കമന്ന് കിടന്ന് അടിക്കുക എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ഇതൊക്കെ അടിച്ചു വാരാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മുറ്റടിച്ചു വാരാനാണ് എനിക്ക് ഒരു വീട്ടുപണികളില് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുറ്റടിച്ചു വാരുക എന്നുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെയാണ് എനിക്ക് കുക്കിങ്ങിലേക്കൊക്കെ വരിക. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കാൻ ഇത്തിരി മടിയാടോ. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് എന്താ പറയാ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ പാത്രം കഴുകുക എന്നുള്ളതാ. പാത്രം കഴുകാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കൈകളും നമുക്ക് അത്ര ശ്രദ്ധിക്കൂല നമ്മള്. എനിക്ക് പാത്രം കഴുകാം എന്ന് വെച്ചാൽ ഒരുപാട് എപ്പോഴും പാത്രം കഴുകണം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് പാത്രം കഴുകി വെക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അത് ഈ മുറ്റടിക്കല്ലാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി ആയിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ പറയാ, ഡെയിലി അടിക്കാൻ എപ്പോഴും കരട് വീഴുമ്പോ നമുക്ക് ദേഷ്യം വരുമല്ലേ. ഇതുപോലെ കുറെ കരട് വേണം. അപ്പോഴാണ് അടിച്ചു വരുമ്പോ നമുക്ക് തന്നെ ഒരു ഭംഗിയൊക്കെ തോന്നുള്ളൂ. അപ്പൊ ഞാൻ അവിടെ തീ കൂട്ടി വെക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ തന്നെ ഞാൻ അടിച്ചു കൂട്ടി ഇങ്ങനെ ഇടുക. ഇതൊക്കെ എന്താ ചെയ്യാന്നറിയോ, നമ്മള് കൊറേ ഇങ്ങനെ കുന്നാവും ചാരം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വാരി ഓരോ തെങ്ങിന്റെ കടക്കിലേക്കായിട്ട് കൊണ്ടുവന്നിടും. ചൂലൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പോയതാ. ചൂലൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ മുറ്റം ഫ്രണ്ട് അടിച്ചു വരല് കഴിഞ്ഞു. അപ്പൊ ഞാൻ നാളേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് സുഖമായല്ലോ, വേഗം റെഡിയാക്കില്ലേ വേണ്ടോ എന്ന് വെച്ചാൽ
അല്ലെങ്കിൽ പിന്നെ അന്ന് ഇത് കഷ്ണങ്ങൾ നുറുക്കാനായിട്ട് ഒരു സമയം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വക പരിപാടികളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം ഇതിന്റെ ചൗ ചൗ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൗ ചൗ ഭയങ്കര സ്വാദാണത്. എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഇവിടെ ചേട്ടന് അത് അങ്ങോട്ട് വലിയ താല്പര്യമില്ല തോന്നുന്നുണ്ട്, എന്തോ അത് മേടിക്കാറില്ല അത്. പക്ഷെ ഞാൻ ഇപ്പൊ കടയിൽ പോവായാലും ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ചൗചോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മേടിക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് അത് ചൗചോ ഒക്കെ മേടിക്കാനായിട്ട്. പിന്നെ അതാ അതിന്റെ ഉള്ളില് ഒരു കുരു ഉണ്ടോ, ഒരു ഒരു ഞരമ്പ് പോലത്തെ ഒരു സാധനം, ഒരു കട്ടിയില്ല, അത് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പപ്പായ ഉപ്പേരിയോ അങ്ങനെയൊക്കെ. പപ്പായ ഉപ്പേരിക്കാളും സ്വാദുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല, പപ്പായ ഉപ്പേരിയുടെ സ്വാദ് വേറെ, ഇതിന്റെ സ്വാദ് വേറെ അല്ലേ. അപ്പൊ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നന്നാക്കി പിന്നെ എനിക്ക് കേട്ടോ ചിലപ്പോഴേ ഞാൻ എന്താന്ന് അതീന്ന് എടുത്തിട്ട് നന്നാക്കും. ചിലപ്പോ ചിലത് വണ്ണം വെച്ചിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് കഷ്ണം നുറുക്കാന്ന്. ചിലപ്പോ വണ്ണത്തിൽ വന്നിട്ടുണ്ടാവും. ഒരേ വലിപ്പം വരാൻ വേണ്ടിയിട്ട് അതീന്ന് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നാക്കി റെഡിയാക്കിയൊക്കെ വെക്കുകയാണ്. പിന്നെ ഇത് അങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഞാൻ വെക്കുക, ഡപ്പയില്. കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പം അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നാളെ ഇത് എടുത്തിട്ട് ഒന്ന് നമുക്ക് നേരെ അടുപ്പത്തേക്ക് കയറ്റും ചെയ്യാം. അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വൈകിട്ട് പണിയെടുക്കാനാണ് ഇഷ്ടം. വൈകിട്ട് എന്താണെന്നറിയില്ല, വൈകിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പണികൾ. 12 മണി വരെയോ അല്ലെങ്കിൽ 2 മണി 3 മണിയൊക്കെ വരെ എനിക്ക് ഓടി നടന്ന് പണിയെടുക്കും ഞാൻ. പക്ഷെ എനിക്ക് രാവിലെ പണിയെടുക്കാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഇന്നലെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പാത്രങ്ങളിൽ ഇപ്പൊ എന്ന് വെച്ചാൽ മുളകില്ലേ, മറ്റൽ മുളക്, അത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പാത്രം ഒന്ന് കൊട്ടിക്കുടഞ്ഞ് വീണ്ടും പുതിയതൊന്നും നിറയാൻ ഞാൻ കുറച്ചധികം മേടിക്കും. 250 ഗ്രാമൊക്കെ മേടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അത് ആവശ്യത്തിന് ചിലപ്പോ കുത്തുപൊടിയൊക്കെ നമുക്ക് കുത്തി കാച്ചാന്നൊക്കെ പറയും, ഉപ്പേരി കുത്തി കാച്ചാനും എല്ലാത്തിനും ഉപയോഗിക്കും. അപ്പൊ വറ്റൽമുളക് അങ്ങനെ അത് കഴിഞ്ഞു വെച്ച്. പിന്നെ ചെറുപയറൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് ചെറുപയർ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഏട്ടന് അത് കുറച്ച് അത് വെള്ളത്തില് ഒരു പാത്രം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് വന്നിട്ട് ബാക്കി എല്ലാ പാത്രങ്ങളും ഞാനത് എല്ലാം മുകളിലേക്ക് ഇങ്ങനെ അടക്കി എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെച്ചു. അപ്പൊ രാവിലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ. പാത്രങ്ങളൊന്നും കഴുകിണ്ടായിരുന്നില്ല. ഇന്നൊരു മടി ദിവസമായി എന്തായിരുന്നു തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ ഒതുക്കി പറക്കി വെച്ചിട്ട് പിന്നെ അങ്ങ് ഒരു ആവേശം അങ്ങോട്ട് കഴുകാന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ചെറവറാന്ന് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴുകി മാറ്റി വെച്ചുട്ടാ. എനിക്ക് പാത്രം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അടുക്കള പിന്നെ ഒരു ഗംഭീരായിരിക്കും. നമ്മുടെ പാത്രങ്ങള് ഒതുക്കി പറക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ ചെറിയ കുക്കറിലാണ് കേട്ടോ ഇതൊക്കെ വെക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് വേറെ ഇതൊന്നിന്റെ ആവശ്യം വരണില്ല. അപ്പൊ പിന്നെ ഗ്യാസ് അടുപ്പും എല്ലാം കഴുകി തുടച്ച് എടുത്തു. നല്ല പോലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ ഇതൊക്കെ പോയിട്ടുണ്ടാവൂലോ. അപ്പൊ അതൊക്കെ ഞാൻ അവിടെ എന്തോ ഒരു ഇതില് ഞാൻ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം, അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയാക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞൊടുങ്ങിട്ടാ. പറ്റാറ്റ ബൈ, നാളെ കാണാം കേട്ടോ. ബൈ.